ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇത് നമ്മുടെ മോർഗേജ് പ്ലേലിസ്റ്റിലെ 3rd വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. പിന്നെ ആരെങ്കിലുമൊക്കെ വീട് വാങ്ങാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കാനഡയിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാനഡയിൽ വീട് വാങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ മോർഗേജും കാര്യങ്ങളും വീട് വാങ്ങുന്ന സ്റ്റെപ്സും അതിനെയൊക്കെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി നൽകുന്ന കുറേ വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 3rd വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ വീട് വാങ്ങാൻ പോകുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ വീട് വാങ്ങിയപ്പോഴും ഒക്കെ കുറേ പേർക്ക് ഉണ്ടാകുന്ന ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എത്ര ഡൗൺ പേയ്മെൻറ്റ് ഇടണം എന്നുള്ളത്. 5% ആണോ ഞാൻ ഇടേണ്ടത്, 10% ആണോ ഇടേണ്ടത്, അതോ 20% ഞാൻ ഇടണോ, അങ്ങനെ പല ഡൗട്ട്സ് ഉണ്ടാവും. ഞങ്ങൾ വീട് വാങ്ങാൻ പോയപ്പോഴും ഞങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറിച്ചിട്ട് അതിൻ്റെ 5% ആണെങ്കിൽ എങ്ങനെ, 10 എങ്ങനെയാണ്, 20 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വർഷം സേവ് ചെയ്ത് നമ്മൾ ആ മോർഗേജ് ഇൻഷുറൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് വെർത്താണോ, അപ്പം അതിൻ്റെ കുറച്ച് മാത്ത് കാണിച്ചു തരുന്ന വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ഞാനപ്പോൾ 5 ഇടുമ്പോൾ എങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്, 10 ഇടുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, 20 ഇടുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോസ് കോൺസ് അങ്ങനത്തെ ഇതെല്ലാം ആയിരിക്കും നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ മെയിനായിട്ട് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ഡൗൺ ഇടണം, നിങ്ങൾ എങ്ങനെയാണ് 5 ഇടണോ, 10 ഇടണോ, 20 ഇടണോ, ഇനി എങ്ങനെയാണ് ഇത്രയും പൈസ നമ്മൾ സേവ് ചെയ്യുക, എവിടെ സേവ് ചെയ്യണം, RRSPയിൽ ഇടണോ, FHSAയിൽ ഇടണോ, TFSAയിൽ ഇടണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം കൺഫ്യൂഷൻ മാറ്റുന്നതായിരിക്കും. വീഡിയോയുടെ എൻഡ് ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏതാണ് നിങ്ങൾ ബെസ്റ്റായിട്ട് തോന്നുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. അതിന് മുന്നേ വീഡിയോ നമ്മൾ കമ്പാരിസണിലോട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് റൂൾസ് ഞാൻ പറഞ്ഞേക്കാം, ഗ്രൗണ്ട് റൂൾസ്. കുറേ പേരുടെ തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ഫസ്റ്റ് ടൈം വീട് മേടിക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന് എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജാണ് 5% ഡൗൺ ഇടാം എന്നുള്ളത്. പക്ഷേ അത് തെറ്റാണെന്ന്. ഫസ്റ്റ് ടൈം വീട് മേടിക്കുന്ന എല്ലാവർക്കും 5% ഡൗൺ ഇടാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. 5% ശരിക്കും നമ്മൾ ഫസ്റ്റ് വീട് മേടിക്കുന്നത് നമുക്ക് താമസിക്കാൻ വേണ്ടി തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5% ഡൗൺ ഇടാൻ ഓപ്ഷൻ ഉണ്ട്. നേരെ മറിച്ച് നിങ്ങൾ അതൊരു ഫസ്റ്റ് നിങ്ങൾ മേടിക്കുന്ന നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 20% തന്നെ ഡൗൺ ഇടണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി മേടിക്കുന്ന വീടാണെങ്കിൽ പോലും നിങ്ങളുടെ ആ വീടിൻ്റെ പർച്ചേസ് പ്രൈസ് 1 million എബോവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഇടാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും 20% ഡൗൺ ഇട്ടിരിക്കണം. ഓക്കെ, അതൊക്കെ നമ്മുടെ മോർഗേജിൻ്റെ ഗ്രൗണ്ട് റൂൾസാണ്. അത് ഒരു ഏജൻറ്റിനും മാറ്റാൻ പറ്റുന്ന റൂൾസ് അല്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മുടെ റൂൾ ഓഫ് 35 ഉണ്ടല്ലോ, നമ്മുടെ ഇൻകം ഡെപ്റ്റ് റേഷ്യോ, അത് എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ വീട് മേടിക്കാനായിട്ട്, ഒരു എത്ര രൂപയുടെ വീട് മേടിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ബിലോ ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി മോർഗേജിന് വേണ്ടി മാത്രമല്ല, ആ ടൈമിൽ മാത്രമല്ല ഒരു മോർഗേജ് ഏജൻറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ, നിങ്ങളൊരു 2 years അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ 6 months അല്ലെങ്കിൽ 3 months നിങ്ങൾ വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അസസ് ചെയ്ത് നിങ്ങളുടെ പേപ്പേഴ്സ് നോക്കി നിങ്ങൾക്ക് എത്രത്തോളം പോകാൻ പറ്റും, എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കളയുമ്പോൾ അങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് ഫ്രീ അഡ്വൈസ് തരുന്ന ആളാണ് മോർഗേജ് ഏജൻറ്റ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കമ്പാരിസൺ പറയുന്നതിന് മുന്നേ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈവൻ 5% നിങ്ങൾക്ക് ഡൗൺ ഇടാം എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അത് 5% അല്ല, അത് ശരിക്കും ഫസ്റ്റ് 500,000-ൻ്റെയാണ് 5%. ഇപ്പം നിങ്ങളൊരു വീട് മേടിക്കാൻ പോകുന്നു,
നിങ്ങൾ ഒരു 700,000 വീടാണ് നിങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് 500,000-ൻ്റെ 5%-ഉം റിമൈനിങ് എമൗണ്ടിൻ്റെ 10%-ഉമാണ് നിങ്ങൾ ഇടേണ്ടത്. അതായിരിക്കും നിങ്ങൾ മിനിമം ആ വീടിന് വേണ്ടി ഇടേണ്ട ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ 700,000-ൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് 500,000-ൻ്റെ $25,000 റിമൈനിങ് 200,000-ൻ്റെ $20,000 നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് ഇടേണ്ടത്. അപ്പോൾ ടോട്ടൽ നിങ്ങൾ 45,000 നിങ്ങളുടെ വീടിൻ്റെ പർച്ചേസ് പ്രൈസിൻ്റെ 1.5 to 3%-ഓളം നിങ്ങൾ ക്ലോസിംഗ് കോസ്റ്റായിട്ട് കരുതി വച്ചിരിക്കണം. ഓക്കെ, ഇൻ അഡീഷൻ ഈ ഡൗൺ പേയ്മെൻറ്റ് കൂടാണ്ട്. അപ്പോൾ 700,000-ൻ്റെ നമ്മൾ നേരെ 5% നോക്കുകയാണെങ്കിൽ $35,000 അവിടെ വരത്തുള്ളൂ. പക്ഷേ ആ കാൽക്കുലേഷൻ തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 700,000-ൻ്റെ വീട് മേടിക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾ ഇടേണ്ട ഡൗൺ പേയ്മെൻറ്റ് 45,000 ആണ്. അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഈ 5% ചിലപ്പോൾ നിങ്ങളിൽ പലരുടെയും കയ്യിൽ ഇപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉടനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ 20% എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയേഴ്സ് എടുക്കണം. അപ്പോൾ ഇത്രയും ഇയേഴ്സ് എടുത്തിട്ട് ഈ 20%-ലോട്ട് സേവ് ചെയ്യണോ അതോ 5% ഡൗൺ ഇടണോ? ഇതിൽ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, പ്രോസ് ആൻഡ് കോൺസ് നമുക്ക്. ഇപ്പോൾ 20% ഡൗൺ ആണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് അവിടുന്ന് മാറിക്കിട്ടും. മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. നമുക്ക് ബയ്യേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് ആണ്. നമുക്ക് മോർഗേജ് അടയ്ക്കാണ്ട് വരുമ്പോൾ അങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് മോർഗേജ് ഇൻഷുറൻസ് എന്ന് കുറേ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. അതല്ല, മോർഗേജ് ഇൻഷുറൻസ് ശരിക്കും ബാങ്കിനെ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ബയ്യേഴ്സ്, ഈ മോർഗേജ് എടുത്തവർക്ക് ആർക്കെങ്കിലും ജോബ് നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് എന്തെങ്കിലും വന്ന് അവർക്ക് മോർഗേജ് അടയ്ക്കാണ്ട് വരുമ്പോൾ ബാങ്കിന് അത് നഷ്ടമാവാണ്ടിരിക്കാൻ ബാങ്കിന് അടയ്ക്കുന്ന ഇൻഷുറൻസ് ആണ് മോർഗേജ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പം നിങ്ങൾ 20% ഡൗൺ ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മോർഗേജ് ഇൻഷുറൻസ് അടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മോർഗേജ് എമൗണ്ടിൽ ഈ ഇൻഷുറൻസ് എമൗണ്ട് ആഡായി വരില്ല. 5% അല്ലെങ്കിൽ 10% ആണെങ്കിൽ മോർഗേജ് ഇൻഷുറൻസ് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു 20% ഇട്ടാണ് നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 years അമോർട്ടൈസേഷൻ കിട്ടും. ആ ലോണ് നിങ്ങളുടെ മോർഗേജിന് 30 years ഇതുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മന്ത്ലി പേയ്മെൻറ്റ് കുറവായിട്ട് വരും. നിങ്ങൾ 20% ഡൗൺ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 years കിട്ടും. അപ്പോൾ നിങ്ങളുടെ മന്ത്ലി പേയ്മെൻറ്റ് മറ്റേത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അതൊരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി 20% എമൗണ്ട് ഇട്ടിട്ടാണ് നിങ്ങൾ ആ പ്രോപ്പർട്ടി മേടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഇക്വിറ്റി ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് ഹെലോക്ക് എടുക്കാനും, അതായത് ഹോം ഇക്വിറ്റി ലൈൻ ഓഫ് ക്രെഡിറ്റ് എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ എമൗണ്ട് അതിൽ ബിൽഡപ്പ് ആവും. 20% നിങ്ങൾ ഓൾറെഡി ഇട്ടതുകൊണ്ട് പർച്ചേസ് പ്രൈസിൻ്റെ. ഓക്കെ, ഇനി കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും വർഷം എടുത്തിട്ടാണ് നിങ്ങൾ ഈ എമൗണ്ട് ആക്കേണ്ടത്, സേവ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ഇന്ന് അത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് നമ്മൾ വീട് മേടിക്കാനുള്ള ഡൗൺ പേയ്മെൻറ്റ് ആക്കുന്നതിനുള്ള എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം എടുക്കുമ്പോൾ ആ മാർക്കറ്റിൻ്റെ മാറ്റവും എല്ലാം നിങ്ങളെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ റെൻറ്റ് കൊടുക്കുക, അതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതൊരു നെഗറ്റീവ് സൈഡാണ്. പ്ലസ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, ഇത് എല്ലാവർക്കും ഒരു അതിശയമായിട്ട് തോന്നും, ഇതെന്ത് പരിപാടിയെന്ന് തോന്നും. കാര്യം എന്ന് വെച്ചാൽ 20% ഡൗൺ ഇട്ടിട്ട് നമ്മൾ മോർഗേജ് ഇൻഷുറൻസ് ഇല്ലാണ്ട് എടുക്കുന്ന മോർഗേജ് ആയതുകൊണ്ട് തന്നെ നോർമലി 5% ഉള്ളതിനെക്കാട്ടി കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടുതലായിരിക്കും. ഈ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ചില കേസസിൽ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആക്കി ഇത് അപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും മോർഗേജ്. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ, മറ്റേതിൽ മോർഗേജ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പം നമുക്ക് ബാങ്കിനൊരു ഗ്യാരണ്ടി ഉണ്ട്. ഇൻ കേസ് നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ഡിഫോൾട്ട് വന്നാലും ബാങ്കിന് കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ 20% ഡൗൺ ഇടുന്നുണ്ടെങ്കിലും അതിൽ ബാങ്കിന് ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ട് അവർ ആ പ്രോഫിറ്റ്, ആ റിസ്ക് കുറയ്ക്കാനായിട്ട് ബാങ്ക് നോക്കുന്നത്. ഓക്കെ, പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്.
ഇനി എത്ര പ്രൈസ് ഞാൻ ഇനി കറക്റ്റ് നമ്പേഴ്സ് ഞാൻ പറയാം. 5% ഇടുമ്പോഴും 20% ഇടുമ്പോഴും ഞാൻ സ്ക്രീനിൽ കാണിക്കാം നമ്പേഴ്സ്. നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു 750,000 വീടിൻ്റെ ഇത് നോക്കാം നമുക്ക്. അപ്പോൾ 20% ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 750,000 20% എന്ന് പറഞ്ഞാൽ 1,50,000 ആയിരിക്കും നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വേണ്ടത്. 750,000 5% ആണെങ്കിൽ മിനിമം ഡൗൺ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 50,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. 20% ഡൗണിനകത്ത് 0 മോർഗേജ് ഇൻഷുറൻസ് ആയിരിക്കും. 5% ഡൗണിനകത്ത് $28,000 ആയിരിക്കും മോർഗേജ് ഇൻഷുറൻസ്. ഓക്കെ, ഞാനിവിടെ എൻ്റെ ബുക്ക് ഇവിടെ എഴുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ അത് കാൽക്കുലേഷൻസ് കറക്റ്റായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം ലോണെന്ന് പറഞ്ഞാൽ 750 150 ഇട്ടിട്ട് നമ്മൾ 20% ഡൗൺ ഇട്ടിട്ട് 150 ഇട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോണായിട്ട് എടുക്കേണ്ടത് 600,000 ആയിരിക്കും. 5% ഡൗണിലാണെന്നുണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കേണ്ടത് 750 50 ഡൗൺ പേയ്മെൻറ്റ് കുറച്ചു പ്ലസ് 28,000 മോർഗേജ് ഇൻഷുറൻസ്. ഈ മോർഗേജ് ഇൻഷുറൻസ് 28,000 എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ നോക്കുന്നുണ്ടാവും. ഈ മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 5% ഡൗൺ ആണെങ്കിൽ ടോട്ടൽ എമൗണ്ടിൻ്റെ 4% ആയിരിക്കും മോർഗേജ് ഇൻഷുറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ലോൺ എമൗണ്ടിൻ്റെ 4%, അതാണ് 28,000 പറഞ്ഞത്. 10% to 20% ഉള്ളിലാണ് നമ്മൾ ഡൗൺ ഇടുന്നതെങ്കിൽ നമ്മുടെ മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 3% ഓഫ് ദ എമൗണ്ട് ലോൺ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരേ നേരത്തെ ഞാൻ പറഞ്ഞു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് ഒരേ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് 4.5% ഇൻട്രസ്റ്റ് റേറ്റ് രണ്ട് ഇതിനും നമുക്കെടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്പേഴ്സ്. 20% ഡൗണിൻ്റെ ആണെങ്കിൽ അമർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ 30 ഇയർ ആയിരിക്കും. മറ്റേ 5%-ന് 25 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ മന്ത്ലി മോർഗേജ് പേയ്മെൻറ്റ് 20%-ൽ 3,025 ആയിരിക്കും. മറ്റേതിൽ 4,029 ആയിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് നോക്കുമ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 ഇയർ അമർട്ടൈസേഷനും പിന്നെ നമ്മുടെ ലോൺ എമൗണ്ടും കുറവായതുകൊണ്ട് നമ്മൾ മന്ത്ലി നമ്മുടെ പോകുന്നത് 20%-ൽ കുറവായിരിക്കും. $1,000 ഡിഫറൻസ് നമുക്ക് അവിടെ വരും. ഏകദേശം $1,000 ഡിഫറൻസ് മന്ത്ലി പേയ്മെൻറ്റിൽ വരും 5% ഇടുമ്പോൾ. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഡൗൺ പേയ്മെൻറ്റിലും ആ $100,000 ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ 30 വർഷത്തിൽ നമ്മൾ 30 വർഷത്തിലും 25 വർഷത്തിലും നമ്മൾ എത്ര ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്മൾ വർഷം കൂടുന്തോറും ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന ഇത് കൂടും. അതായത് ഇപ്പോൾ 20% ഡൗൺ ഇടുന്ന 30 ഇയർ അമോർട്ടൈസേഷനിലാണ് നമ്മൾ വീട് ഇത് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 30 വർഷത്തിൽ $4,89,000 നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും ലോങ് ടേം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നേരെ മറിച്ച് 25 ഇയേഴ്സിലാണ് മേടിക്കുന്നതെങ്കിൽ 4,80,700 കറക്റ്റായിട്ട് പറഞ്ഞാൽ 4,80,700. അപ്പോൾ അവിടെ ആ ഡിഫറൻസ് വന്നു. ഇൻക്ലൂഡിങ് ഇൻഷുറൻസ് ആണ് ഞാൻ ആ 5%-ൻ്റെ ഇൻട്രസ്റ്റിൻ്റെ 25 ഇയേഴ്സിലുള്ള ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ നമ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് നിങ്ങൾ $1,50,000 ഇടണോ $50,000 ഇടണോ എന്നുള്ളത്. ഇതിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ $50,000 മാത്രം ഡൗൺ ഇട്ടിട്ട് നിങ്ങൾക്ക് ആ 100,000 നിങ്ങളുടെ കയ്യിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിലോ റിയൽ എസ്റ്റേറ്റ് വേറെ എന്തെല്ലോ അല്ലെങ്കിൽ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക് ഡൗൺ ഇടാനായിട്ട് അങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾക്ക് ഈ 30 വർഷത്തിൽ നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നേരെ മറിച്ച് നിങ്ങൾ 20% ഡൗൺ ഇട്ടിട്ട് തന്നെ പോകുന്നു. അപ്പം നിങ്ങളുടെ ആ മന്ത്ലി പേയ്മെൻറ്റിൽ അവിടെ ഒരു $1,000 ഡിഫറൻസ് ഇല്ലേ, ആ $1,000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാ മാസവും എനിക്ക് ഈ ഡിഫറൻസ് തരുന്നുണ്ട്, ഇതെന്തായാലും ഞാൻ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് വേറെ നമുക്ക് റിട്ടേൺ കിട്ടുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഈ 30 വർഷത്തിൽ പ്രോഫിറ്റ് ആവും പറഞ്ഞ. അപ്പം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ ഒന്നെങ്കിൽ ആ 100,000 എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മന്ത്ലി വരുന്ന മോർഗേജ് ഡിഫറൻസ് ഇല്ലേ,
മോർഗേജ് പേയ്മെൻറ്റ്, ആ $1,000 എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 30 ഇയേഴ്സ് അല്ലെങ്കിൽ 25 ഇയേഴ്സിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. 400,000 500,000 ഒക്കെ മിനിമം കിട്ടും. ഓക്കെ, മിനിമം ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വന്നു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇത്രയും വർഷം സേവ് ചെയ്ത് 20% ആക്കി വീട് മേടിക്കുന്നത് വർത്താണോ ശരിക്കും? അതിൻ്റെ കാൽക്കുലേഷനും ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ വീട് മേടിക്കുന്നതും 2 വർഷം കഴിഞ്ഞ് വീട് മേടിക്കുമ്പോഴുള്ള വീടിൻ്റെ പ്രൈസിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം വീട് മേടിച്ചാൽ 7,50,000 ആയിരിക്കും വീട്. 2 ഇയേഴ്സ് കഴിഞ്ഞ് മേടിച്ചാൽ സെയിം വീട് ചിലപ്പോൾ 8,50,000 ആയിരിക്കും. ചിലപ്പം എന്നല്ല, മിക്കവാറും അങ്ങനെ തന്നെയാണ് വരിക. പക്ഷേ മിനിമം ഇട്ടിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ കൂടാനാണ് ചാൻസ്, കുറയാനും ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇപ്പോൾ 2 വർഷം കഴിയുമ്പം 7,50,000 എന്നുള്ളത് 8,50,000 ആയിരുന്നു. അപ്പോൾ ഉള്ള കാൽക്കുലേഷൻസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ നിങ്ങൾ അന്ന് 2 വർഷം കഴിയുമ്പോൾ 1,50,000 അല്ല ഇടേണ്ടത്. 8,50,000 20% എന്ന് പറയുമ്പോൾ 1,70,000 ആണ് നിങ്ങളപ്പം ഡൗൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം സേവ് ചെയ്യാൻ. വീടിൻ്റെ പ്രൈസ് കൂടും എന്നുള്ളത്. പിന്നെ ലോൺ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് 600,000 അല്ല, 6,80,000 ആയിരിക്കും അന്നത്തെ നിങ്ങളുടെ ലോൺ എമൗണ്ട്. മോർഗേജ് പേയ്മെൻറ്റ് 3,429 ആയിരിക്കും. അപ്പം 30 വർഷത്തിൽ നിങ്ങൾ അടയ്ക്കാൻ പോകുന്ന ഇൻട്രസ്റ്റും കൂടും. നേരത്തെ പറഞ്ഞത് 4,89,000 ആയിരിക്കും നിങ്ങൾ ഓവർ ദ ഇയേഴ്സ് 30 വർഷത്തിൽ നിങ്ങൾ അടയ്ക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് ടോട്ടൽ. ഇതെന്ന് പറഞ്ഞാൽ 5,54,440 രൂപ കറക്റ്റ് പറഞ്ഞാൽ ഇത്രയായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്. ഇനി 5ഉം 20 നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്കൊരു നമ്പർ ഉണ്ട്, അതാണ് ശരിക്കും മാജിക് നമ്പർ എന്ന് പറയാൻ പറ്റുക. അതായത് 10%. ഈ 10% ഡൗൺ ഇടുമ്പോഴുള്ള കാൽക്കുലേഷൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. 750,000 വീട് തന്നെ നമുക്ക് ഇത് ചെയ്യാം. നിങ്ങൾ 10% ആണ് ഡൗൺ ഇടുന്നത്, വിച്ച് ഈസ് $75,000. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10% ഡൗൺ ഇടുമ്പോൾ മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 3% ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 6,75,000 ആയിരിക്കും. മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 20,250 വരുന്നുള്ളൂ. 5%ൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ 28,000 ആയിരുന്നു. പക്ഷേ ഇവിടെ തന്നെ ഒരു $8,000 ഡിഫറൻസ് നിങ്ങൾക്ക് വരികയാണ്. ഓക്കെ, അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 5 വലിയ വേഴ്സാണെന്ന് തോന്നുന്നവർക്ക് 10 ആലോചിക്കാവുന്ന കാര്യമാണ്. 10 എന്ന് പറയുമ്പം മറ്റേതിൻ്റെ അത്രയും പോകണ്ട, ഇച്ചിരിയും കൂടെ എമൗണ്ട് കൂടുതൽ മതി. 50ന്ന് 75,000 ഇട്ടാൽ മതി ഡൗൺ പേയ്മെൻറ്റ്. 50,000 പകരം അത് കുറച്ചും കൂടെ എമൗണ്ടേ കൂടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അവിടെ തുടക്കത്തിൽ തന്നെ നല്ലൊരു സേവിങ്സ് വരികയാണ്. അതായത് 28,000 മോർഗേജ് ഇൻഷുറൻസ് എന്നുള്ളത് 20,000 ആവും. ഓക്കെ, അപ്പോൾ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സേവ് ചെയ്യേണ്ടതെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത് വലിയൊരു ടോപ്പിക്കാണ്. അത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ബഡ്ജറ്റ് ഇട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. സൈഡ് ഹസിൽസ് എന്തെങ്കിലും കണ്ടുപിടിക്കുക. ഇപ്പോൾ ഊബർ ഓടി ഒരു 500-1000 മാസം ഉണ്ടാക്കുന്നത് നേരെ സേവിങ്സിലോട്ട് ഇടുന്നത്. അങ്ങനെ നിങ്ങൾ ബഡ്ജറ്റ് ഇട്ടിട്ട് വേണം സേവിങ്സ് ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലോണം സേവ് ചെയ്ത് നിങ്ങളുടെ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി അതിനനുസരിച്ചിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് കാനഡയിൽ സേവ് ചെയ്യാൻ പറ്റൂ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത്, നമുക്ക് കാനഡയിൽ എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഇന്ന എമൗണ്ട് ബാക്കി വരുന്ന എമൗണ്ട് ഞാൻ സേവ് ചെയ്യുമെന്ന് പറയുന്ന പരിപാടി നടക്കില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ലൈഫ് വെച്ചിട്ട് പറഞ്ഞതാണ്. നമ്മൾ പക്ഷേ നമ്മൾ മൊത്തം ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ മന്ത്ലി ഇത്ര എമൗണ്ട് ഞാൻ എന്തായാലും സേവ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ ആ പേ വരുമ്പോൾ നമ്മൾ ആ എമൗണ്ട് എടുത്തങ്ങ് മാറ്റി സേവിങ്സിലോട്ട് ഇടുക. അത് മറന്നേക്കുക. ബാക്കിയുള്ള എമൗണ്ടിൽ മാത്രം ചിലവുകൾ ചുരുക്കുക. പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന പ്ലാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇടുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇപ്പം RRSP പോലുള്ളത്, ഫസ്റ്റ് ടൈം ഹോം ബൈയിങ് പോലെ ഇപ്പം റീസെൻ്റായിട്ട് തുടങ്ങി, അതിലൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് കുറേ ഓവർ ദി ഇയേഴ്സ് നിങ്ങൾക്ക് മറ്റേ ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ സേവിങ്സ് അങ്ങനെ ഉടനെ വീട് മേടിക്കുന്നവരല്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സേവ് ചെയ്ത് വരുമ്പോൾ അങ്ങനത്തെ അക്കൗണ്ട്സൊക്കെ ഓപ്പർച്യൂണിറ്റീസൊക്കെ യൂസ് ചെയ്യുക.
ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് കിട്ടുന്ന സേവിങ്സ് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. ചെക്കിങ്ങിലിടാണ്ട് ഹൈ ഇൻട്രസ്റ്റ് കിട്ടുന്ന സേവിങ്സ് അക്കൗണ്ടുകളുണ്ടാവും, അതിലേക്ക് സേവ് ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റും കൂടെ, ആ ഇൻട്രസ്റ്റിൻ്റെ ബെനിഫിറ്റും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് പേർക്കെങ്കിലും കണ്ടവർക്കൊക്കെ ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാരിറ്റി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് ഓൾറെഡി ലെങ്തി വീഡിയോ ആയിരിക്കും, പക്ഷേ ഇത് ഇത്രയും ടൈം എടുക്കാണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ മോർഗേജ് റിലേറ്റഡ്, ഹോം ബൈയിങ് റിലേറ്റഡ് വീഡിയോസായിട്ട് ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ഇനിയും വരുന്നതായിരിക്കും. അത് കൂടാണ്ട് ഇമിഗ്രേഷൻ റിലേറ്റഡ് വീഡിയോ വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും വീട് വാങ്ങുന്ന പ്രോസസ്സിൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.